അയ്യോ ഷടാ, ഇത്രയും നേരം കോടാലിയും കൊണ്ട് എന്നെ വിരട്ടിയത് എന്റെ കാലിൽ പിടിക്കാനാ. ഇതെന്ത് തരം ഭ്രാന്താണപ്പാ? ഇങ്ങനെയും ഉണ്ടാ മനുഷ്യര്? എന്റെ കൊച്ചു തമ്പുരാനെ, ഞാൻ രക്ഷപ്പെട്ടേ. കവിതേ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ചേട്ടൻ നിനക്കൊരു ജോലി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഓഫീസിലാ. 1-2 ആഴ്ചയെ ശരിയാകും. പിന്നെ ജോലി കിട്ടിയാലും കവിത ഇവിടെ തന്നെ താമസിക്കണം. ആ പണിയൊന്ന് ശരിയായി കിട്ടിയ എനിക്ക് സമാധാനമായി. കിട്ടും, ധൈര്യമായിരിക്കെ. കവിതേ, ഒരു ഹെൽപ്പ്. ഞങ്ങള് രണ്ടാളും ഭയങ്കര ടയേർഡില്ല. കിച്ചണിൽ മുട്ട ഇരിപ്പുണ്ട്, അതൊന്ന് ആംപ്ലേറ്റ് ആക്കി തരൂ. 5 മിനിറ്റിൽ റെഡിയാക്കാം. Cheers. കവിതയ്ക്ക് ഇത് അത്ഭുതമായി തോന്നിയേക്കാം. ഇതങ്ങനെ പതിവൊന്നുമല്ല. ഞങ്ങൾ മുടിഞ്ഞ മദ്യപാനികളും അല്ല. അത്രേ ഉള്ളൂ. സോറി കേട്ടോ. ഇത് ട്രീറ്റ്മെന്റ് ആയാലും അതിലൊരു സുഖമുണ്ട്. കവിത പേടിക്കണ്ട, ഞങ്ങൾ കവിതയെ കഴിക്കാൻ നിർബന്ധിക്കില്ല. ജീവിതത്തെ ആസ്വദിക്കണം കവിതയെ. മതിയാവുന്നതുവരെ ആസ്വദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള സാമ്പത്തിക ശേഷി തൽക്കാലം ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കും. ഈ ഹൈ സൊസൈറ്റിയിൽ ഞങ്ങളും ഒന്ന് വിലസും. ഇന്നലെ വലുതേ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതത്ര വലിയ കാര്യമൊന്നും ആക്കണ്ട. കവിത ആഹാരം കഴിച്ച് കിടന്നോളൂ, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. ചെല്ലേ.
അനിതേ, എനിക്ക് സമയം എത്രയെന്ന് അറിയാമോ? 9 മണി. ഡ്യൂട്ടിക്ക് പോണ്ടേ? ഡ്യൂട്ടിക്ക് പോണം. ഇന്നൊരു ദിവസം ഞാൻ ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് ആശുപത്രിയിൽ രോഗികൾ കുറയത്തൊന്നുമില്ല. എനിക്ക് ഭയങ്കര ടയേർഡ്. ഇന്നലെ ഇത്തിരി ഓവറായിപ്പോയി. ഒരു മിണ്ടാപ്പൂച്ചയെ പോലെ നാണം കുടുങ്ങിയായി നടന്നിരുന്ന ആ പഴയ അനിതി ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. അതെ, ഞാൻ മിണ്ടാപ്പൂച്ച, നാണം കുടുങ്ങി, ഒക്കെ ശരിയായിരുന്നു. അതുകൊണ്ട് എന്ത് പ്രയോജനം? ജീവിതം ആസ്വദിക്കണം, കൊതി തീരുന്നതുവരെ. അതാണ് എന്റെയും ചേട്ടന്റെയും മോഹം. അതിലേക്കുള്ള ഞങ്ങളുടെ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ നമ്മുടെ സാമ്പത്തിക നില അറിഞ്ഞുകൊണ്ടുള്ള ചെലവിടലായിരിക്കും കൂടുതൽ ഭദ്രതയെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന് പോടി, നിന്റെ ഒരു സാമ്പത്തിക നില. അനിതേ, ദേ വരുന്നു. അനിതേ, അനിതേ, പഞ്ചസാര എവിടെ? അവളുടെ ഒരു സാമ്പത്തിക നില. എന്താ അനിതേ, എന്താ നീ ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കുന്നത്? വല്ല പ്രേതവും കൂടിയോ? ഏയ്, ഒന്നുമില്ല. നമ്മുടെ ഈ ജോളി ലൈഫ് കണ്ടിട്ട് രാവിലെ എന്നെ ഉണർത്തി ഭയങ്കര അഡ്വൈസ്. ഭർത്താവിനെ നഷ്ടപ്പെട്ട പെണ്ണല്ലേ, ആ ദുഃഖം മനസ്സിലുണ്ടാവും. ആ ശരിയാ. ചേട്ടാ, വേഗം റെഡിയാവും. മണി 9:30. ആ, ഞാൻ റെഡിയാ. ആ അനിതേ, ചായ ചായ. അയ്യ. എന്താ മോനെ, കാതി തൊട്ട് നോക്കണ? വാ, വന്നേ, തൊട്ട് നോക്ക്. കാതല്ലേ? വാ, വന്നേ, തൊട്ട് നോക്കിട്ട് പോ. വാ. അയ്യോ, എന്റെ കാല് കടിച്ചു. കാല് കടിച്ച് രക്തമോ? അയ്യോ, എന്റെ കാല്, അയ്യോ, എന്റെ കാല് പോയി.